കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. സ്ത്രീകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ബസിന് സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. UDF സർക്കാരിന്റെ പ്രകടന പത്രിക വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയിരുന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ ബസിന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരു ജനപക്ഷ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. വനിതകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ദേശീയ നയമാണ്. അത് നമ്മൾ കർണാടകയിൽ നടപ്പിലാക്കിയതുപോലെ, അങ്ങ് ഡൽഹിയുടെ മണ്ണിൽ ഷീലാ ദീക്ഷിത് നടപ്പിലാക്കിയതുപോലെ ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ജനപക്ഷത്തിന്റെ മികച്ച നേതാവായിട്ടുള്ള പ്രിയപ്പെട്ട PD സതീശൻ ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ള ഒരു കാര്യം, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് നോക്കി പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് 5 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി. നമുക്ക് 5 ലക്ഷം രൂപ നമുക്ക് ലഭിച്ചില്ല. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞു, സാമൂഹ്യക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി ജനങ്ങളിൽ എത്തിക്കുമെന്ന്. നമുക്ക് ആ 2500 ലഭിച്ചില്ല. BJPയുടെ നേതാവായിട്ടുള്ള സുരേന്ദ്രൻ പറഞ്ഞു 50 രൂപയ്ക്ക് പെട്രോൾ കേരളത്തിൽ നൽകുമെന്ന് പറഞ്ഞിട്ട് 50 രൂപയ്ക്ക് പെട്രോൾ നമ്മൾക്ക് കേരളത്തിൽ നമുക്ക് ലഭിച്ചില്ല. അവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് പോലെ തന്നെ കേരള സംസ്ഥാനത്തിനകത്ത് സ്ത്രീ ശാക്തീകരണം ശക്തമാക്കിക്കൊണ്ട് സ്ത്രീകളുടെ സൗജന്യ യാത്ര നടപ്പിലാക്കിക്കൊണ്ട് ഈ സംസ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ നടത്തുന്ന ഈയൊരു കൂട്ടായ്മയ്ക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. UDF സർക്കാരിന്റെ ജനോപകാരപ്രദമായ എല്ലാ വാഗ്ദാനങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് തമ്പി സുബ്രഹ്മണ്യം പറഞ്ഞു. പടക്കം പൊട്ടിച്ചും സ്ത്രീയാത്രക്കാർക്ക് മധുരം നൽകിയുമാണ് മഹിളാ കോൺഗ്രസും നാട്ടുകാരും തങ്ങളുടെ സന്തോഷം പങ്കുവച്ചത്. മഹിളാ കോൺഗ്രസ് സെൻട്രൽ മണ്ഡലം പ്രസിഡന്റ് ഡാഫിനി ജോസി അധ്യക്ഷയായി. നഗരസഭാംഗം ഗീതാ പ്രഭാകരൻ, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ NR ശ്രീകുമാർ, ബേസിൽ മൈലന്തറ, P രാജേഷ്, AJ ജെയിംസ്, വിനോദ് തമ്പി, സന്തോഷ് ആലുംപറമ്പിൽ, മധു വർമ്മയിൽ, TV രാജേഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദേവി പ്രിയ, മഞ്ജു ടീച്ചർ, ജാൻസി ജോസഫ്, KJ റോബർട്ട്, അമ്മിണിക്കുട്ടൻ, ഷീബ സുനിൽ, റീന, ഷീബ സലാം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.